الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലുള്ള വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് അവർ മുഹ്സിനീങ്ങളാണ് എന്നത്. മുഹ്സിനുകളാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇഹ്സാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന തലം എന്ന് പറയുന്നത് തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയും അയാളുടെ തവക്കുലിന്റെ പൂർണ്ണതയും എല്ലാം എത്തി നിൽക്കുന്നത് ഏത് സന്ദർഭങ്ങളിലും തൻ്റെ റബ്ബിനെ കുറിച്ച് അയാൾ നല്ല വിചാരത്തിലായിരിക്കും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഔദാര്യവും അവന്റെ അനുഗ്രഹവും അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സൗകര്യങ്ങളുമെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ റബ്ബിനെ കുറിച്ച് നല്ല വിചാരത്തോടു കൂടി കഴിഞ്ഞുകൂടിയാൽ, റബ്ബിനെ കുറിച്ചുള്ള ഹുസ്നുൽ വന്ന നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവും നമ്മളെ കുറിച്ച് അതേ വിചാരത്തിലായിരിക്കും.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അവിടുന്ന് പഠിപ്പിച്ചൊരു വാചകം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നത്. യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ഏതൊരു വിചാരത്തിലാണോ ആ വിചാരത്തിന്റെ അടുത്താണ് ഞാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം മാത്രമാണ് ഉണ്ടാവേണ്ടത്. ഇത് കേവലം വിശ്വാസികളായ ആളുകൾക്ക് മാത്രമുള്ളതല്ല. അവരുടെ എല്ലാം ഉന്നതമായ മേഖലയിൽ അവരെക്കാളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്വമുള്ള അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ മുത്തഖികളായ വലിയുകളുടെയും എല്ലാം സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു എന്ന് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ ഞാൻ അതിന് ഉപോത്ബലകമായ 1-2 സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം അള്ളാഹു രേഖപ്പെടുത്തുന്നത് കാണാം. അത് ബനൂ ഇസ്രായേലുകളുമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ രാജ്യത്തിന്റെ കിരാതമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഏകഛത്രാധിപതിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായ ബനൂ ഇസ്രായേലുകളെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ഫറോവയിൽ നിന്ന് അവർക്ക് മോചനം നൽകാനായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു തന്റെ ജനതയെയും കൂട്ടി പുറപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും കൂട്ടി അവർ ആ രാത്രി തന്നെ യാത്ര തിരിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര തിരിച്ചു പോരുമ്പോൾ ബനൂ ഇസ്രായേലികൾ ഇത്രയും കാലം അനുഭവിച്ച പീഡനങ്ങളിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന ചിന്തയോടെ മൂസ എന്ന തങ്ങളുടെ നേതാവിന്റെ പിന്നിൽ അണിനിരന്ന് അവർ രക്ഷയ്ക്കു വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. വിവരമറിഞ്ഞ ഫറോവയും കൂട്ടുകാരും ഫറോവയും സൈന്യവും അവരുടെ പിന്നാലെ വന്നു. ആ കഥ വിശാലമാണ്, ഞാനത് വിശദീകരിക്കുകയല്ല. അവസാനം മൂസ നബിയും ആളുകളും ചെങ്കടലിന്റെ മുന്നിൽ വന്നു. ഇനി മുന്നോട്ട് പോകാൻ സ്ഥലമില്ല. പിന്നാലെ കുതിച്ചെത്തുന്ന വലിയൊരു സൈന്യമുണ്ട്. ഏതു സമയവും നമ്മൾ അപകടത്തിൽ തന്നെയാണ്. ആ സമയത്ത് ബനൂ ഇസ്രായേലികൾ ഒച്ചയിട്ട് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് കാണാം. ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. രണ്ട് സൈന്യവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതേ പ്രഭാതം പൊട്ടിവിടരാൻ പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ആർത്തലച്ചു വരുന്ന ഫറോവയുടെ സൈന്യത്തെ കണ്ട് പേടിച്ച് അരണ്ടുകൊണ്ട് മൂസ നബിയോടൊപ്പം വന്ന ബനൂ ഇസ്രായേലുകൾ പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ. തീർച്ചയായും നാം പിടിക്കപ്പെടുക തന്നെയാണ്, നാം പിടിക്കപ്പെടുകയാണ്, ഇതോടെ തകരാൻ പോവുകയാണ്. പക്ഷേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൽ നല്ല വിചാരം മാത്രമുള്ള, റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത തവക്കുലിന്റെ ഉദാഹരണമായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ബനൂ ഇസ്രായേലുകളെ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങളെയും കൂട്ടി പോകാൻ പറഞ്ഞത് എന്റെ റബ്ബാണ്. ആ റബ്ബന്റെ കൂടെയുണ്ടവൻ എനിക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ റബ്ബെന്നെ കൈവിടില്ല. ഞാൻ എന്റെ റബ്ബിൽ അർപ്പിച്ചവനാണ്. റബ്ബിനെ കുറിച്ച് ഞാൻ ഏറ്റവും നല്ല വിചാരം മാത്രമാണ്. ഏതു സന്ദർഭത്തിലും എന്റെ റബ്ബെന്നെ കൈവിടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരം വാക്കുകൾക്ക് വലിയ ഗൗരവമുണ്ട്. വർത്തമാനകാല സാഹചര്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ
വലിയ ആശയം ഇതിൽ നിന്ന് വിശ്വാസികൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങകലെ നമ്മുടെ സഹോദരങ്ങൾ ഗസയിലെ മുസ്ലിമീങ്ങൾ, ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഈ അടുത്ത കാലത്ത് ക്രൂരതയുടെ ഏറ്റവും വലിയ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയുമൊക്കെ നമ്മൾ കേട്ട വർത്തമാനത്തിൽ ആ പാവങ്ങൾക്ക് തൊണ്ട നനയാൻ ഒരൽപ്പം വെള്ളം കൊണ്ടു കൊടുക്കാൻ കരുതി അവിടുന്ന് പുറപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ട ബോട്ടുകൾ വരെ തടഞ്ഞു വെക്കുകയും അങ്ങനെ കിരാതമായി കൊന്നു തീർക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് അതിക്രൂരമായി മനുഷ്യത്വരഹിതമായി ഒരു സമൂഹം പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ സങ്കടത്തോടു കൂടി കണ്ട ഒരു വർത്തമാനമുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ ഒരു കുപ്പി വെള്ളം, ആ വെള്ളം കിട്ടിയപ്പോൾ സന്തോഷത്തോടെ കൊണ്ടുവന്ന് അതിന്റെ പകുതി ഭാഗം കുടിച്ചിട്ട് ആ കുട്ടി പറഞ്ഞത്, ഒരു മാസമായി ഇങ്ങനത്തെ ഒരല്പം വെള്ളം കുടിച്ചിട്ട് എന്ന് ഫലസ്തീനിലെ ഒരു കുഞ്ഞു പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഗൗരവമുണ്ട് വാക്കിന്. ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ, ആ കുട്ടിയുടെ മനതലങ്ങളിൽ അവിടെയുള്ള പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ മനോമുഖരത്തിൽ ഉയർന്നു നിൽക്കുന്ന വർത്തമാനം എന്താണെന്നറിയോ? മൂസാ നബി പറഞ്ഞ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം, അൽഹംദുലില്ലാഹ് അല്ലാഹ് കരീം, അൽഹംദുലില്ലാഹ് അല്ലാഹ് കരീം. ആ വർത്തമാനം ചെറുതല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം, റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ വിചാരം. എന്റെ റബ്ബാൻ, ആ റബ്ബ് കൈവിടില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബ് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. റബ്ബ് കൂടെയുണ്ട്, അവൻ വഴി കാണിച്ചു തരും. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വർത്തമാനം, മൂസ നബിയോട് അല്ലാഹ് പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് സമുദ്രത്തിലൊന്ന് തട്ടൂ, നടിക്കൂ മൂസ. അങ്ങനെ അടിച്ചു. അതാ ആ സന്ദർഭത്തിലേക്ക് സമുദ്രം പിളരുകയാണ്. ആ സമുദ്രം പിളർന്നു. എന്നിട്ട് ഖുർആൻ പറയാൻ, ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അദീം. ആ രണ്ട് വെള്ളത്തിന്റെ രണ്ട് ഭാഗം അങ്ങ് മാറി ഒരു മലന്തിട്ട പോലെ, ഒരു മലന്തിണ്ണ പോലെ ആ രണ്ട് ഭാഗങ്ങളും സമുദ്രത്തിൽ നിന്ന് മാറി നിന്ന് മുന്നിലൂടെ സുഗമമായ മാർഗം. ഏതൊക്കെ പ്രതിസന്ധികൾ ആരൊക്കെ കെട്ടി ഉയർത്തിയാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, അല്ലാഹുവിന്റെ തീരുമാനം, അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോവുക സാധ്യമല്ല. എത്ര വൈകിയാലും എത്ര പ്രയാസം സഹിച്ചാലും റബ്ബ് കൂടെയുണ്ട്, അവൻ വഴി കാണിക്കും. ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ ഉണ്ടാകാത്ത രൂപത്തിലാണ് ഫലസ്തീനികൾക്ക് വേണ്ടി ലോകം ശബ്ദിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത രൂപത്തിലാണ് ഫലസ്തീൻ സഹോദരങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, മുസ്ലിം പേരുള്ള ഭരണകർത്താക്കൾ ഇല്ലാത്ത നാട്ടിൽ വരെ ആ മക്കൾക്ക് വേണ്ടിയുള്ള വർത്തമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതുവരെ നൂറ്റാണ്ടുകളായി ആ രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവേണ്ടിയിരുന്ന ബനൂ ഇസ്രായേലുകളെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ച ഫറോവ എന്ന ഖിബ്തി രാജാവിനെ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കി താഴ്ത്തുവാൻ അള്ളാഹു തീരുമാനിച്ച സമയമായിരുന്നു അത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വഅസ്ലഫ്നാ തമ്മൽ ആഖരീൻ. പിന്നാലെ വന്ന മറ്റേ കൂട്ടരെ നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ചു. വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ. മൂസയെയും കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ. പിന്നെയായിരുന്നു വർഷങ്ങളായി, കാലങ്ങളായി ഒരു സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഏകഛത്രാധിപതി വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിത്താഴ്ന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന്, ഞാൻ വിശ്വസിച്ചോളാം, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന അതീവ ദുഃഖകരമായ ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് മനുഷ്യനുണ്ടാവേണ്ടതാണ്. വിശ്വാസികൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകും. അപ്പൊ പടച്ചോനെ കുറിച്ച് മോശം വിചാരമൊന്നും വേണ്ട. നമ്മളൊന്നും അല്ലല്ലോ, അമ്പിയാക്കൽ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ ഖുർആന്റെ പ്രയോഗം, വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്.
ഇന്നൊരു പക്ഷേ നിങ്ങളുടെയൊക്കെ കൽബിലെ ചോദ്യം ഇതാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ പലരുടെയും കൽബിലെ ചോദ്യം ഇതാണ്. വസുൽസിലു, വിറപ്പിക്കപ്പെട്ടു അവർ. ആര്? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂലു റസൂലു വല്ലദീന ആമനു, വിശ്വസിച്ചവരും പ്രവാചകനും ഒക്കെ പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ ഇനി അള്ളാന്റെ സഹായം കിട്ടുക? ഇനി എപ്പോഴാ സഹായം വരിക? പ്രയാസത്തിന്റെ മേൽ പ്രയാസം അങ്ങേയറ്റം സഹിച്ചു. ഇനി എപ്പോഴാണ്? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പുറം തീക്കനൽ കൊണ്ട് വെന്ത് അതിൽ നിന്ന് നീരൊഴുകി. ആ നീര് വീണിട്ട് ആ തീക്കനൽ കെട്ടുപോകുന്നത് വരെ തീയുടെ പുറത്ത് പിടിച്ചു കിടത്തി. ഖബ്ബാബിന്റെ പുറം പറയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മനുഷ്യ ശരീരം ഇങ്ങനെ ആകുമോ? പിൽക്കാലത്ത് കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. ആവി പറക്കുന്ന ശരീരവുമായി പ്രവാചകന്റെ മുന്നിലെത്തിയ ഖബ്ബാബിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഏ ഖബ്ബാബ്, വലകിന്നകും തസ്തഅജിലൂൻ അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. നബി, എന്താ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കാത്തത്? ഞങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടി എന്താ നബിയെ ദുആരക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലകിന്നകും തസ്തഅജിലൂൻ. നമുക്കറിയോ ഖബ്ബാബ്, ഇതിനു മുമ്പ് കടന്നുപോയ കുറെ ആളുകൾ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അറിയോ? ജീവനോടെ കൊണ്ടുവന്ന് നിർത്തി തലയുടെ മുകളിൽ ഈർച്ചവാൾ വെച്ച് 2 പിളർപ്പാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഖബ്ബാബ്. വേറൊരാളെ കൊണ്ടുവന്ന് ജീവനുള്ള ശരീരത്തിൽ ഇരുമ്പിന്റെ ചീർപ്പ് വെച്ച് ആ ശരീരത്തിലെ എല്ലിൽ നിന്ന് തോലും മാംസവും വാർന്നിട്ടപ്പോഴും അയാൾ വിറച്ചിട്ടില്ല, അയാൾ പിന്നോട്ട് മാറിയിട്ടില്ല. വലകിന്നകും തസ്തഅജിലൂൻ, വലകിന്നകും തസ്തഅജിലൂൻ. നിങ്ങൾ ഇപ്പൊ തന്നെ ധൃതി കാണിക്കുകയാണോ ഖബ്ബാബ്? ഇപ്പൊ തന്നെ മടുത്തോ ഖബ്ബാബ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബും കൂടെയുള്ളവരും കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും തന്നെയാണ് ഈ മതം ഇങ്ങനെയായത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവനും അവന്റെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ആ കൃത്യമായി ഭരണഘടന രേഖപ്പെടുത്തി വെച്ച മേഖലയിൽ വരെ കൈയിട്ട് വാരാനും അത് ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ പ്രത്യേകമായ ശിക്ഷണത്തിൽ വളർന്ന ആളുകൾ തിട്ടൂരം പുറപ്പെടുവിക്കുമ്പോഴും അറിയുക മുസ്ലിങ്ങൾ, ബേജാറ് വേണ്ട, ധൈര്യത്തോടെ നട്ടെല്ല് നിവർത്തി ഒച്ചത്തിൽ പറയും, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അതെ, ഐ ലവ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഹാഷ്ടാഗ് ഇടും, എഴുതും, പ്രചരിപ്പിക്കും. കാരണം എന്താണെന്നറിയോ? ഈ ലോകത്തെന്തിനേക്കാളും എന്റെ കൽബിൽ ഞാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളത് എന്റെ റബ്ബ് കഴിഞ്ഞാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈത്തപ്പന തടി വെച്ച് കുരിശുണ്ടാക്കിയിട്ട് അതിലേക്ക് കയറ്റി നിർത്തി ശരീരത്തെ ക്രൂരമായി പീഡിപ്പിച്ച് അവസാനം രക്ഷപ്പെടാൻ ഒരവസരം തരാമെന്ന് പറഞ്ഞു ഒരാൾ. എന്താണ് അവസരം എന്നറിയോ? നീ ഇപ്പോൾ ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ ഓർത്താൽ മതി. ആ സമയത്ത് ചോര വാരുന്ന കൈകളും ചോര ഒലിക്കുന്ന ശരീരവും മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്നറിയും, അവിടുന്ന് നീ എന്ത് മനസ്സിലാക്കി? ഞാനും എന്റെ പ്രവാചകൻ തമ്മിലുള്ള ബന്ധം നീ എന്താ മനസ്സിലാക്കിയത്? നിനക്കറിയണോ ഞാൻ എന്റെ വീട്ടിൽ സുഖമായി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഈ ഖബ്ബാബിന് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം, നിങ്ങൾ കൊന്നോളൂ, നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ പ്രവാചകനെ ഇഷ്ടപ്പെട്ട സ്വഹാബത്തിന്റെ പിൻഗാമികളായ നമ്മളോട് ഏതെങ്കിലും ഒരുത്തൻ വന്നുകൊണ്ട് അത് പറയല്ലടാ എന്ന് പറഞ്ഞാൽ നീ നടന്നോ? അത് പറയും. എന്റെ നാവ് ചലിക്കുന്ന കാലത്തോളം, എന്റെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം ഞാൻ പറയും. പറയാതിരിക്കണമെങ്കിൽ നിനക്കത് കൊല്ലാം, നിങ്ങൾ കൊന്നോളൂ. അതാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
നിങ്ങൾ കൊന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്നെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞാലും ശരി, എനിക്ക് ബേജാറില്ല. എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വാക്ക് പറയാൻ ഞാൻ തയ്യാറല്ല. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണ് പ്രയാസങ്ങൾ. എന്റെ പ്രവാചകൻ പ്രയാസം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ശഅബ് അബീ ത്വാലിബിൽ വർഷങ്ങളോളം ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പരീക്ഷണമാണ്. ഇനി ബേജാറ് വേണ്ട. നമ്മളൊക്കെ സന്തോഷത്തോടെ കുടിക്കുന്ന സംസം ഉണ്ടല്ലോ, അല്ലേ? ഹജ്ജിന് പോകുന്നവരും ഉംറയ്ക്ക് പോകുന്നവരുമെല്ലാം സന്തോഷത്തോടെ കുടിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന നല്ല വെള്ളം സംസം. ആ സംസമിന്റെ ബറക്കത്ത് അത് ആഗ്രഹിച്ചുകൊണ്ട് കുടിക്കുന്നവരല്ലേ വിശ്വാസി സമൂഹം. ആ സംസമിനും ഒരു കഥ പറയാനുണ്ട്. ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, പരീക്ഷണത്തിന്റെ, പ്രയാസത്തിന്റെ വലിയൊരു കഥ. ഞാൻ കഥ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാജറ ബീവിയുടെ കഥ ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയാം. ആരുമില്ലാത്തൊരു പ്രദേശത്ത് തന്നെയും തന്റെ ചോരക്കുഞ്ഞനെയും ഉപേക്ഷിച്ച് താമസിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന ഭർത്താവിനെ മഹദി അവர்கள் വിളിക്കുന്നുണ്ട്. യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം. തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നു തന്റെ ഭർത്താവ്. ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അള്ളാന്റെ തീരുമാനാണ്. ഹാജറ ബീവിയുടെ ഒരു ചോദ്യമുണ്ട്. അല്ലാഹു അമറക ബിഹാദാ. അതാണ് റബ്ബിനെ കുറിച്ചുള്ള വിചാരം. അല്ലാഹു അമറക ബിഹാദാ. ഓ ഇബ്രാഹിം, പ്രിയ ഭർത്താവേ, അല്ലാഹുവാണോ ഞങ്ങളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞത്, കൽപ്പിച്ചത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഫഅശാറ ബിറഅസിഹി അൻഅം, അതേ എന്ന് തലകൊണ്ട് അംഗീം കാണിച്ചു. മഹദിയുടെ വാക്ക് എന്താണെന്നറിയോ? വിശ്വാസി സമൂഹമേ ചേർത്ത് വെച്ചോ കൽബിലേക്ക്, വിശ്വാസി സമൂഹമെ ചേർത്ത് വെച്ചോ കൽബിലേക്ക്. മഹദി അവരുടെ വാക്ക് എന്താണെന്നറിയോ? ഇതല്ല യുദയ്യൂന, നിങ്ങൾക്ക് പോകാം, അവൻ ഞങ്ങളെ ഒഴിവാക്ക, നമ്മളെ പാഴാക്കൂല, നമ്മളെ വർദ്ധാവിലാക്കൂല. ആ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ. ആ റബ്ബിന്റെ തീരുമാനമാണോ ഇവിടെ ഇടാൻ? എങ്കിൽ നിങ്ങൾക്ക് പോകാം. ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല, ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല. ആ ഹുസ്നുൽ ളന്നിന് ഫലം കൊടുത്തതാണ് ഇസ്മായിലിന്റെ കാലടിച്ച ഭാഗത്തുനിന്ന് വെള്ളം പൊട്ടി ഒഴുകി കുടിക്കാനുള്ള വെള്ളം, അല്ലാഹു സമൃദ്ധമായ ജലം. അത് വെള്ളം മാത്രമല്ല, എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഭക്ഷണമാണോ? ഭക്ഷണമാണ്. വെള്ളമാണോ? വെള്ളമാണ്. ശിഫയാണോ? ശിഫയാണ്. ആ രൂപത്തിലൊരു വെള്ളം അല്ലാഹു അവിടുന്ന് ഉറവ പൊട്ടിച്ചു കൊടുക്കുന്നു. നമുക്ക് ചരിത്രം അറിയുന്നതാണ്. അതെ, പ്രയാസങ്ങൾ ഉണ്ടാകാം, വിഷമങ്ങൾ ഉണ്ടാകാം. റബ്ബിനെ പഴിക്കണ്ട, റബ്ബിനെ പഴിക്കണ്ട. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിക്കോളി. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹചാരി സിദ്ദീഖുൽ അക്ബറും റളിയല്ലാഹു അൻഹു സൗർ ഗുഹയുടെ ഉള്ളിലിരിക്കുന്നു. മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ, മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ ആ നാട്ടുകാരെ പേടിച്ച്, ആ നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ നാട്ടുകാരിൽ നിന്ന് പോകാൻ അള്ളാന്റെ റസൂലിൻ അള്ളാഹുവിന്റെ തീരുമാനം ശിരസാ വഹിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സൗർ ഗുഹയുടെ ഉള്ളിൽ 3 ദിവസമാണ് അവിടെ. 3 ദിവസമാണ് അവിടെ. പഠിക്കേണ്ട ഒരു ഭാഗമാണ് സൗറിലെ അള്ളാന്റെ റസൂലിന്റെ 3 ദിവസം. അത് ശരിക്കും പഠിക്കേണ്ട ഒരു പാടുണ്ട് അതിനകത്ത്. അപ്പൊ സൗറിൽ ഇരിക്കുന്നു, ശത്രുക്കൾ വരുന്നു. സിദ്ദീഖുൽ അക്ബറിന് പേടിയായി. പേടി എന്താണെന്നറിയോ? അവർ റസൂലുള്ളാഹിനെ കണ്ട് എന്തെങ്കിലും ചെയ്യുമോ? സ്വന്തം ചരിത്രത്തെ കുറിച്ചല്ല, റസൂലുള്ളാഹിനെ കുറിച്ച്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ കൊടുത്ത നിർദ്ദേശം എന്താണ്? രണ്ടാളുകൾ, മൂന്നാമനായി അള്ളയുള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്താ ധരിച്ചത് അബൂബക്കറേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒന്നും നടക്കൂല, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. വല്ലാത്തൊരു അത്ഭുതമാണല്ലേ അവിടെ നടന്നത്. വല്ലാത്തൊരു അത്ഭുതമാണല്ലേ അവിടെ നടന്നത്. കൊല്ലാൻ വേണ്ടി വാളുമായി വന്ന ശത്രുവിനെ താൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുന്നിലുള്ള ഗുഹയിലേക്കൊന്ന് പാളി നോക്കാൻ പോലും തോന്നിയില്ല. റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് റബ്ബിനെ കുറിച്ച് നല്ല വിചാരം വെക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന സമ്മാനമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും
അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായും അവൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി നല്ല വിചാരത്തോടെ ജീവിക്കണം. ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ലത് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് ഏറ്റവും നല്ല വിചാരമുണ്ടാവണം എന്നതിന്റെ ചില ഭാഗങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. പിന്നീട് ആ വിഷയം വിശദീകരിച്ച് അതിന്റെ തൊട്ടടുത്ത ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിലൊക്കെ സൂചിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിലുള്ള നല്ല വിചാരം, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരം, അത് രണ്ട് ഭാഗങ്ങളിൽ എടുക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. രണ്ട് തൂണുകളിലാണ് അത് നിൽക്കുന്നത്. ഒന്ന് സിഹത്തുൽ ഇഅ്തിഖാദി ഫില്ലാഹ്, ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ കറകളഞ്ഞ ഒരു ലേശം പോലും കറ പുരളാത്ത കളങ്കമില്ലാത്ത വിശ്വാസം. രണ്ട് ഇഹ്സാനുൽ അമലി ഫി ത്വാഅതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിൽ, അവനെ ഇബാദത്തെടുക്കുന്നതിൽ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാം. ഈ രണ്ട് ഘട്ടം കാര്യങ്ങളാണ് ശരിക്ക് അള്ളാഹുവിലുള്ള നല്ല വിചാരമുണ്ടാവാൻ കൃത്യമായി സ്ഥാപിക്കപ്പെട്ട രണ്ട് തൂണുകളാണത്. അതുകൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ വാക്ക്, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന അഹ്സന വന്ന ബിറബ്ബിഹി ഫഅഹ്സനൽ അമൽ. ഒരു വിശ്വാസി, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരമുള്ള ഒരു വിശ്വാസി, അവന്റെ അമല് ഏറ്റവും നല്ലതാക്കിയിരിക്കും. വൈനൽ മുനാഫിഖ, കപട വിശ്വാസിയാവട്ടെ, അസാഅ വന്ന ബിറബ്ബിഹി ഫഅസാഅൽ അമൽ, അവൻ റബ്ബിനെ കുറിച്ച് ദുഷിച്ച വിചാരത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവന്റെ പ്രവർത്തനവും ദുഷിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല വിചാരം ഉണ്ടാക്കണം. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ഖുത്ബകളിലൂടെ മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതു നിമിഷങ്ങളിലും റബ്ബ് തന്ന അനുഗ്രഹത്തെ ഓർത്ത്, അവൻ തന്ന ഓരോ സൗകര്യങ്ങളെ കുറിച്ച് സ്മരിച്ച്, അവനെ കുറിച്ച് ഏറ്റവും നല്ല വിചാരത്തോടെ മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് സ്വതക്ക ആവശ്യപ്പെടുന്നത് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച വളാഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ISMന്റെ പിന്നെ വളാഞ്ചേരി കഞ്ഞിപ്പുര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ISMന്റെ വെസ്റ്റ് ജില്ലാ സമ്മേളനം ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയൊരു സമ്മേളനമാണ്. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ സെഷനുകളിലായി പോകുന്ന വലിയ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കണം. ആധുനിക വർത്തമാനകാല സാഹചര്യങ്ങളിലെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയും, അതോടൊപ്പം തന്നെ വിശ്വാസപരമായ മേഖലയും, അതുപോലെ കർമ്മശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ സമ്മേളനം. ഇൻഷാ അല്ലാഹ് സാധിക്കുന്നവർ ആ പരിപാടിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കണം. ആ ഒരു വലിയ പരിപാടിക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ഇന്നത്തെ നമ്മുടെ സദഖ. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുവാൻ ദഅവത്തിന് വേണ്ടിയുള്ള ഒരു സംരംഭമായതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി നിങ്ങൾ ആ സദഖയോട് പ്രതികരിക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ സദഖ നൽകണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസീല മുസ്ലിമീങ്ങൾ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. വസീല മുസ്ലിമീങ്ങൾ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين لما شئت وكيف شئت يا ذا الجلال والإكرام.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.